പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ പല ആരോപണങ്ങളും ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വരും. അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാം എന്ന് കരുതി അവരെ വ്യക്തിഹത്യ നടത്തുന്നത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രത്യേകിച്ച് വനിതാ നേതാക്കളെ പോലും സൈബറിടത്ത് അധിക്ഷേപിക്കുന്ന പ്രവണത വർദ്ധിക്കുന്നു. അതിരുകടന്ന അപവാദ പ്രചരണങ്ങളാണ് എറണാകുളത്തെ CPM വനിതാ നേതാവിനും MLAയ്ക്കും നേരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത്. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് CPM നേതാവ് KJ ഷൈൻ. തന്നെയും കുടുംബത്തെയും തേജോവധം ചെയ്യുന്ന വിധത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് അവർ വ്യക്തമാക്കി. വ്യാജ പ്രചരണങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി, DGP, വനിതാ കമ്മീഷൻ തുടങ്ങിയവർക്ക് തെളിവുകൾ സഹിതം പരാതി നൽകിയതായി ഷൈൻ ടീച്ചർ ഫേസ്ബുക്കിൽ കുറിച്ചു. KJ ഷൈനിനും എറണാകുളം ജില്ലയിലെ ഒരു CPM MLAയ്ക്കുമെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ അപവാദ പ്രചരണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് പ്രതികരണം. രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നെറുകെട്ട പ്രചാരണങ്ങൾ നടക്കുന്നതെന്നും ഈ ഭീരുത്വത്തിന്റെ രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും ഷൈൻ പ്രസ്താവിച്ചു. താൻ കോളേജ് കാലഘട്ടം മുതൽ പൊതുപ്രവർത്തന രംഗത്തുണ്ടെന്നും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പോട് കൂടിയാണ് കേരള സമൂഹം തന്നെ കൂടുതൽ അടുത്തറിഞ്ഞതെന്നും അവർ ഓർമ്മിപ്പിച്ചു. രാഷ്ട്രീയ പ്രവർത്തക, ജനപ്രതിനിധി, അധ്യാപക സംഘടനാ നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന തനിക്കെതിരെയും ജീവിത പങ്കാളിക്കെതിരെയും വ്യക്തിപരമായും കുടുംബപരമായും അപകീർത്തികരമായ വ്യാജ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി നടക്കുന്നുണ്ട്. പൊതുപ്രവർത്തനത്തിനിറങ്ങുന്ന സ്ത്രീകൾക്കെതിരായി ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ പ്രചാരണങ്ങൾ നടത്തുന്നവരുടെ മാനസികാവസ്ഥ വികൃതമാണ്. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന അപവാദങ്ങൾ വ്യക്തികളെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും സഹപ്രവർത്തകരെയും വേദനിപ്പിക്കുന്നു. സ്വന്തം നഗ്നത മറച്ചുപിടിക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം അവസാനിപ്പിക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാവണമെന്നും ഷൈൻ ആവശ്യപ്പെട്ടു. നിയമ നടപടികൾക്ക് എല്ലാവിധ പിന്തുണയും പാർട്ടി നൽകുമെന്നും അപവാദ പ്രചാരണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്നും CPM എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീഷ് ആരോപിച്ചു. പൊതുപ്രവർത്തനം എന്നത് സ്ത്രീകളുടെ കൂടി അവകാശമാണെന്ന ബോധ്യം സമൂഹത്തിലും ഭരണകൂടത്തിലും ഉണ്ടാകണമെന്നും അതിനനുസരിച്ചുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നും ഷൈൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്നു KJ ഷൈൻ. News 18 കൊച്ചി. ചില അപ്രിയ സത്യങ്ങൾ